ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് അഭിലഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് യമനിലെ ജയിലിൽ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയ. നിങ്ങളുടെ ഖുർആൻ കൊണ്ടും ഇസ്ലാം കൊണ്ടും ഈ സമൂഹത്തിന് എന്താണ് ഉപകാരം എന്ന് ചോദിക്കുന്ന കുറെ ഖുർആൻ വിമർശകരും ഇസ്ലാം വിമർശകരും ഒക്കെയുണ്ട്. മലയാളികളാണ് പല പേരുകളിൽ, സ്വതന്ത്ര ചിന്തകർ എന്നോ എക്സ് മുസ്ലിംസ് എന്നോ അവരെ കുറിച്ച് പറയും. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടിന്റെ കാരുണ്യത്തിന്റെ ബലത്തിലാണ് നമ്മുടെ സഹോദരി നിമിഷപ്രിയ എപ്പോഴെങ്കിലും കേരളത്തിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതി ഇന്ന് ജയിലിൽ യമനിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശം, പറയുന്നതിന്റെ ഉദ്ദേശം. അതും യമനിൽ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന മേഖലയിലാണ് വരുന്നത്. ആരാണ് ഈ ഹൂത്തികൾ? ഇസ്രായേലിന്റെയും ഹമാസിന്റെയും ഒക്കെ ഗാസയിലെ എന്താ അതിന് പറയുക? യുദ്ധം എന്നോ വംശഹത്യ എന്നോ വാക്കില്ലാത്ത കാര്യം. ആ വാർത്തകൾക്കിടയിൽ നമ്മൾ പരിചയപ്പെട്ട ഒരു പേരാണ് ഹൂത്തികൾ. കടൽ കൊള്ളക്കാർ, പോക്കിരികൾ, പിന്തിരിപ്പന്മാർ എന്നൊക്കെയാണ് യമനിലെ ഗോത്ര ഷിയ വംശജരായ അവരെ സംബന്ധിക്കുന്ന പൊതുബോധം. സയ്യിദി ഷിയാക്കളാണ്. പ്രത്യയശാസ്ത്രപരമായി നമുക്ക് അവരോട് വിയോജിപ്പൊക്കെ ഉണ്ടാവാം. അതേസമയം ലോകത്തിന്റെ കണ്ണിലെ അപരിഷ്കൃത വിഭാഗമാണ്. കാറ്റും കൂറ്റും എത്താത്ത ജനാധിപത്യം എന്താണെന്ന് അറിയാത്ത അപരിഷ്കൃത സമൂഹമാണ് ലോകത്തിന്റെ കണ്ണിൽ ഹൂത്തികൾ. ആ ഹൂത്തികളുടെ ജയിലിൽ യമനിലെ ഒരു പൗരനെ വധിച്ചതിന്റെ പേരിലാണ് നിമിഷപ്രിയ ശിക്ഷിക്കപ്പെട്ടത്. അതൊരു മൊമെന്ററി വൈകാരിക പ്രക്ഷുബ്ധതയാവാം, കയ്യിൽ നിന്ന് കാര്യം പോയതാവാം. അത്രയും ക്രൂരമായി നിമിഷപ്രിയയെ അയാൾ ദ്രോഹിച്ചതിന്റെ ഫലമാകാം, എന്തോ ആകാം. പക്ഷേ കൊന്ന് ഡെഡ് ബോഡി സൂട്ട് കേസിലോ മറ്റോ സൂക്ഷിച്ചു എന്ന അപൂർവങ്ങളിൽ അപൂർവം കോടതി നിരീക്ഷിച്ച കേസായതിനാൽ ഡെത്ത് പെനാൾട്ടി വിധിക്കപ്പെട്ടു. കൗണ്ട് ഡൗൺ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് താഴോട്ടാണ് ദിവസങ്ങൾ എണ്ണുക. എത്ര ദിവസം കഴിഞ്ഞാൽ കഴുമരത്തിൽ ശിക്ഷ നടപ്പാകും. ഇന്ത്യക്ക് കോൺസുലേറ്റ് ഉള്ള രാജ്യമല്ല യമൻ. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇല്ല നിലവിൽ ഇന്ത്യയും യമനും തമ്മിൽ. എംബസി ഇല്ല ഇന്ത്യക്ക് യമനിൽ, യമനിന് ഇന്ത്യയിലും. ദുഷ്കരമായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ. നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തി. മലയാളത്തിലെ സെക്യുലർ മീഡിയയായ 24-ന്റെ പ്രതിനിധി യമനിലെത്തി. അമ്മ നിമിഷപ്രിയയോട് സംസാരിച്ചു. കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ട് ഇപ്പോഴും നിമിഷപ്രിയയെ അവർ വധിച്ചിട്ടില്ല. എന്താണ് കാരണം? ഇതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് നിമിഷപ്രിയ ഇപ്പോഴും ബാക്കിയിരിക്കുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം ആധുനിക ജനാധിപത്യ ലോകക്രമം അപരിഷ്കൃതർ, ഈ കാലഘട്ടത്തോട് യോജിക്കാത്തവർ എന്ന് വിധിയെഴുതിയ ഹൂത്തികൾ കയ്യിൽ പിടിക്കുന്ന വിശുദ്ധ ഖുർആൻ. കാരണം ഖുർആൻ ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ് കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർർ വൽ അബ്ദു ബിൽ അബ്ദ് വൽ ഉൻസാ ബിൽ ഉൻസാ.
فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ പീനൽ കോഡിന്റെ അടിസ്ഥാന വാചകം. കൊന്നവരെ തിരിച്ചു കൊല്ലാം വകുപ്പുണ്ട്. സ്വതന്ത്രനെ കൊന്നാൽ സ്വതന്ത്രനെ തിരിച്ചു കൊല്ലാം. അടിമയാണെങ്കിൽ അടിമയെ കൊല്ലാം. സ്ത്രീയാണെങ്കിൽ സ്ത്രീയെ തിരിച്ചു വധിക്കാം. അങ്ങനെ ഒരു വകുപ്പ് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറഞ്ഞു. ഇനി അതേസമയം നിങ്ങൾ ഈ കൊലപാതകയ്ക്ക്, ഈ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തുന്ന ഈ പ്രതിക്ക്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ വ്യക്തിക്ക് നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ അതാണ് ഉത്തമം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ആ നിയമത്തെ വിപുലീകരിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ നിയമം നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കരുണയും ദയയും മനുഷ്യത്വവുമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഈ നിയമത്തിൽ നിങ്ങൾക്ക് മരണമുണ്ട് എന്നല്ല ഖുർആൻ പറയുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. ഖിസാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ കൊന്നവരെ കൊല്ലുക എന്നാണ്. ഈ കൊന്നവരെ കൊല്ലുന്ന നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഖുർആൻ പറയുന്ന വാക്ക് നോക്കണം, വലക്കും ഫിൽ ഖിസാസി ഹയാത്ത്. ഈ നിയമത്തിൽ നിങ്ങൾക്ക് അതിജീവനമാണുള്ളത്. മരിച്ചവൻ പോയി, ഇനി അതിന്റെ പേരിൽ നിങ്ങൾ മറ്റു ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉത്തമം ക്രമസമാധാന പാലനം ഉറപ്പാണെങ്കിൽ കൊന്നവന് മാപ്പ് കൊടുക്കലാണ് എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം. ഇതാണ് ഹൂത്തിയുടെയും ഗ്രന്ഥം. അവിടെ നോക്കൂ, ഇന്ത്യയിൽ ഇപ്പൊ രാഷ്ട്രപതി ഏതെങ്കിലും തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട വ്യക്തിയുടെ ദയാഹർജി പരിഗണിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഏക പ്രൊസീജിയർ അതാണ്. സുപ്രീം കോടതിയും വധശിക്ഷ അംഗീകരിച്ചാൽ പിന്നെ ബാക്കിയുള്ള ഏക പ്രൊസീജിയർ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കലാണ്. ദയാഹർജി കൊടുത്താൽ രാഷ്ട്രപതി രാഷ്ട്രീയ സ്വാധീനം പോലെ തള്ളാം കൊള്ളാം. ഇതാണ് അമേരിക്കയിലെയും സിസ്റ്റം, ഇതാണ് യൂറോപ്പിലെയും സിസ്റ്റം, ഇതാണ് ചൈനയിലെയും സിസ്റ്റം. ഇന്ന് ലോകത്തുള്ള പരിഷ്കൃത സമൂഹത്തിന്റെയൊക്കെ രീതി ഇതാണ്. ലോകത്തെ ഒരു പരിഷ്കൃത സമൂഹത്തിലും കൊല ചെയ്തു പോയ വ്യക്തിയുടെ കുടുംബത്തിന് ആ വിഷയത്തിൽ ഇടപെടാൻ പഴുതില്ല. കൊല ചെയ്തു പോയ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന്, സ്നേഹിതർക്ക്, നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, പൊതുസമൂഹത്തിന് ആ വിഷയത്തിൽ ഇടപെടാൻ പഴുതില്ല. ഇസ്ലാം കൊടുക്കുന്നു പഴുതു. അതുകൊണ്ടാണ് നിമിഷപ്രിയക്ക് തലാലിനോട് സംസാരിക്കാൻ പറ്റുന്നത്, കുടുംബത്തോട്. അതുകൊണ്ടാണ് അമ്മക്ക് അവരുടെ കുടുംബത്തോട് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മീഡിയ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സാമൂഹിക സാമുദായിക നേതൃത്വത്തിന് അവിടെ റെക്കമെൻഡേഷന് പഴുതുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാധുത തെളിയുന്ന. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ വചനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നിമിഷപ്രിയ ജീവിക്കുന്നത്. മലയാളികൾ ഖുർആനോട് കടപ്പെടാൻ ഇതിലേറെ എന്ത് വേണം? ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? നിമിഷപ്രിയ കേരളത്തിലേക്ക് തിരിച്ചു വരണ്ട എന്ന് അവർ തിരിച്ചു വന്നാൽ ആഘോഷിക്കാൻ കാത്തിരിക്കുകയല്ലേ മലയാളി പൊതുസമൂഹം. പക്ഷെ അതിന്റെ ഇടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നാഴികക്ക് 40 വട്ടം ഗോത്രകാല കൂറ കയറിയ കിതാബാണ് ഖുർആൻ എന്ന് പറയുന്നവരും കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ തിരിച്ചു വരാൻ. കാലഹരണപ്പെട്ട വേദമാണിത്. ഭേദഗതി വരുത്തണമെന്ന് പറയുന്നവരും കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ തിരിച്ചു വരാൻ.
ഖുർആൻ അടിസ്ഥാനത്തിൽ 4 മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ രാജ്യത്ത് കലാപമുണ്ടാക്കും എന്ന് ഗീർവാണം പറയുന്ന, എന്ന് കുനൂട്ട് പറയുന്ന, എന്ന് കുനുഷ്ഠ പറയുന്ന മീഡിയക്കാരിൽ പെട്ടവരും കാത്തിരിക്കുകയാണ് നിമിഷപ്രിയ തിരിച്ചു വരാൻ. ഇതാണ് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ഫങ്ഷനാലിറ്റി എന്ന് പറയും. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അതിന്റെ നിത്യപ്രസക്തി. നാം ജീവിക്കുന്ന കാലഘട്ടത്തോട് ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രമാണ്. ഞാനിപ്പോ ഓതിയ ആയത്തിലുള്ള ഒറ്റ വാക്ക് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഅൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. ഈ ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സന്ദർഭത്തിലും കാണാം. എവിടെയാണ്? അതും വളരെ പ്രസക്തമാണ്. അത്വലാഖു മറത്താൻ ഫഇംസാകും ബിൽ മഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. അതാണ് അവിടെ പറയുന്ന ഖുർആന്റെ പോളിസി. പൊതുവെ സമൂഹത്തിൽ ഏറ്റവും കുഴപ്പവും വഴക്കും വക്കാണവും പ്രശ്നവും പ്രതികാര ചിന്തയും കോടതി കയറ്റലുമൊക്കെ നടക്കുന്ന ഏർപ്പാടാണ് വിവാഹമോചനം. വിവാഹം ആഘോഷം നടക്കും, സമ്മേളനം പോലെ നടക്കും. പക്ഷേ നാട്ടിൽ നടക്കുന്ന വിവാഹമോചനത്തിന്റെ എണ്ണം നോക്കിയാൽ തിന്ന ബിരിയാണിയും മന്തിയും ഛർദ്ദിക്കാൻ തോന്നും. കേരളത്തിലും ലോകത്തും ഇന്ന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏർപ്പാടാണ് പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായിട്ടുള്ള വിവാഹമോചനങ്ങൾ. പല വിവാഹമോചനങ്ങളും പ്രഖ്യാപിക്കപ്പെടുന്നില്ല. ഒരു വീട്ടിൽ തന്നെയുണ്ട് ഭാര്യയും ഭർത്താവും, പക്ഷേ ഡിപ്പാർട്ടഡ് ആണ് മെന്റലി. എന്താണ് സോഷ്യൽ മീഡിയ ട്രെൻഡ്? സിനിമാ നടനും സിനിമാ നടിയും പ്രണയബന്ധത്തിന്റെ പേരിൽ കല്യാണം കഴിച്ചതാണ്. 3 കൊല്ലം ഒന്നിച്ച് ജീവിച്ചു, വിവാഹമോചനമായാൽ പിന്നെ എന്താ അടുത്ത പതിവ്? എന്റെ 10 കോടിക്ക് വേണ്ടിയാണ് എന്നോട് പ്രേമം അഭിനയിച്ചു, എന്റെ ഫ്ലാറ്റുകൾ തട്ടിയെടുത്തു, എന്റെ ബിസിനസിന്റെ രേഖകൾ മറിച്ചു. ഈ വ്യക്തിക്ക് പരബന്ധമുണ്ട്. വിവാഹമോചനത്തിന്റെ അടുത്ത സ്റ്റെപ്പ് പൊതുമീഡിയകളിൽ വന്നുകൊണ്ട് അതേവരെ ശരീരം പങ്കിട്ട, മനസ്സ് പങ്കിട്ട, സ്വത്ത് പങ്കിട്ട, ജീവൻ പങ്കിട്ട പങ്കാളിയെ തെറി പറയലും കുറ്റപ്പെടുത്തലുമാണ്. ഇതൊരു നാട്ടു നടപ്പ് പോലെ നടക്കുന്ന സമൂഹത്തിലാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും മനോഹരമായ ഒരു കല, ഏറ്റവും മനോഹരമായ ഒരു സൗഹൃദ പരമ്പരയുടെ ഏറ്റവും മനോഹരമായ ഏത് വാക്കാണ് അവിടെ പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏറ്റവും മനോഹരമായ മറ്റൊരു ബന്ധമാണ് ത്വലാഖ് എന്ന് ഖുർആൻ പറയുന്നത്. ഏറ്റവും മനോഹരമായി നടക്കേണ്ടത്. ത്വലാഖിനെ കുറിച്ച് പറയാനല്ല എന്റെ വിഷയം. നീ നിന്റെ ഭാര്യയെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്തൊക്കെയാണോ മതത്തിലും സമൂഹത്തിലും അറിയപ്പെട്ട നന്മകൾ, എത്ര മനോഹരമായ വാക്കാണ് അൽ മഅറൂഫ്. നിരീശ്വരവാദികൾ പറയും ഭരണഘടന പോലെ ജീവിക്കാൻ, സോഷ്യൽ എത്തിക്സ് പോലെ ജീവിക്കാൻ എന്തിനാണ് വേദം, എന്തിനാണ് ഖുർആൻ? സമൂഹത്തിലും ഭരണഘടനയിലും സോഷ്യൽ എത്തിക്സിലും ഖുർആനിലും ശരീഅത്തിലും എന്തൊക്കെയാണോ നന്മകൾ, ആ നന്മകളെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് വേണം നീ നിന്റെ ദാമ്പത്യവുമായി മുന്നോട്ട് പോകാൻ. സാധിക്കുന്നില്ലേ? അടുത്ത വാക്കെന്താണ്?
അതിന് പറ്റുന്നില്ലെങ്കിൽ നീ സമൂഹ മാധ്യമങ്ങളിൽ പോയിട്ട് പൂർവ്വ പങ്കാളിയെ തെറി പറയരുത്. എന്റെ പക്കലല്ല തെറ്റ്, അവന്റെ പക്കലാണ്, അവളെ പക്കലാണ് എന്ന വാർത്ത നാട്ടുകാർക്ക് ചോർത്തി കൊടുക്കരുത്. നിനക്ക് കൂടെ പാർക്കാനും പൊറുക്കാനും പറ്റുന്നില്ലേ? ഖുർആൻ പ്രയോഗിക്കുന്ന വാക്ക് നോക്കൂ, ഔ തസ്രീഹും ബിഇഹ്സാൻ. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ തെറ്റിപ്പിരിഞ്ഞ സെലിബ്രിറ്റി ദമ്പതികളുടെ ഒരു കണക്കെടുത്ത് നോക്കൂ. എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞത്? ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഈ വിശുദ്ധ ഖുർആനെ തള്ളിപ്പറയാൻ കഴിയുക? ഔ തസ്രീഹും ബിഇഹ്സാൻ. നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ബിഇഹ്സാൻ, സുന്ദരമായിട്ട് വേണം അത് വേർപെടുത്താൻ എന്ന് പരിശുദ്ധ ഖുർആൻ. മലയാളത്തിൽ പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ മാനസികമായി പോറലും പരിക്കുമേൽക്കാതെ അമ്മോശന്റെ കയ്യിലേക്ക് തന്നതുപോലെ തിരിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇഹ്സാൻ എന്ന വാക്കിന് ഉലമാ പറയുന്ന ഒരു അർത്ഥമുണ്ട്. അതാണ് സമസ്തയുടെ ഒക്കെ മൻഹജിനെ സാമൂഹികമായി ഇത്രമേൽ പ്രസക്തി ഉണ്ടാവുന്നത്. എന്താണ് ഇഹ്സാൻ? ഇഹ്സാൻ ഡിക്ഷണറി നോക്കിയാൽ ഇഹ്സാന് നല്ല നിലയ്ക്ക് എന്നേ അർത്ഥമുള്ളൂ, ബിജമാൽ. പക്ഷെ അതല്ല ഉലമാഇന്റെ അർത്ഥം, അതല്ല സൂഫികളുടെ അർത്ഥം, അതല്ല മുഫസ്സിരീങ്ങളുടെ അർത്ഥം. അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നിന്നെ അല്ലാഹു കാണുന്നു എന്നതുപോലെ നീ ജീവിക്കുക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ഓർമ്മയിൽ ജീവിക്കുക. അപ്പൊ ഔ തസ്രീഹും ബിഇഹ്സാൻ. നീ MLA ആയിരിക്കാം, നീ വലിയ സമൂഹത്തിൽ സ്വാധീനമുള്ള ഇൻഫ്ലുവൻസർ ആയിരിക്കാം, ഹു കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുകാരനായിരിക്കാം. നീ ചെയ്യുന്ന ഏത് തെറ്റും ന്യായീകരിക്കാൻ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് നിനക്ക് ഉണ്ടായിരിക്കാം. നീ വിളിക്കുന്നിടത്തേക്ക് വരാനും കാട്ടുന്നിടത്തേക്ക് പോകാനും ചൽപ്പടിയിൽ പോലീസ് പട ഉണ്ടായിരിക്കാം. നീ വിചാരിച്ചാൽ മറിച്ചിടാൻ പറ്റുന്ന തരത്തിൽ മാത്രം കോടതി വ്യവഹാരം പകടയുടെ പന്തുകളിയായി മാറ്റാനും നിനക്ക് പറ്റിയേക്കാം. പക്ഷേ നിന്റെ മുകളിൽ അല്ലാഹു ഉണ്ട്. തലാഖിന്റെ വചനം ഉദ്ധരിക്കുന്നവനോട് ഖുർആൻ പറയുകയാണ്, നോക്കേ, നിങ്ങൾ എന്നെ ഹോട്ടലിൽ മുറിയെടുത്ത് എനിക്ക് ഗർഭമായി എന്ന് ഇര പറയുമ്പോ ഒന്ന് പോടി ഹു കെയേഴ്സ് എന്ന് പറയുന്നവരോടാണ് ഖുർആൻ പറയുന്നത്. ഔ തസ്രീഹും ബിഇഹ്സാൻ, ഔ തസ്രീഹും ബിഇഹ്സാൻ. നിന്റെ കാലിനടിയിലായേക്കാം കോടതി, പക്ഷേ നിന്റെ മുകളിലാണ് അല്ലാഹു. ഈ തത്വത്തിന് ഈ ദിവസം പ്രസക്തിയില്ലേ? ഈ തത്വത്തിന് ഈ രാത്രി പ്രസക്തിയില്ലേ? ഈ തത്വത്തിന് എന്റെയും നിന്റെയും നമ്മുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രസക്തിയില്ലേ? അതാണ് ഇസ്ലാമിന്റെ ആദർശം. ഇസ്ലാമിന്റെ ആദർശം മ്യൂസിയത്തിലെ ഭാഷയല്ല, ഇസ്ലാമിന്റെ ആദർശം നിത്യജീവിതത്തിലെ ഭാഷയാണ്. ഇത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പക്ഷപാതിത്വമില്ലാത്ത, ഭയം അത്രയും തൊട്ടു തീണ്ടാത്ത ഉലമാ ഉണ്ടാകണം. ആഴത്തിൽ അറിവുള്ള ഉലമാ ഉണ്ടാകണം. ആ ഉലമാ ആണ് 100 കൊല്ലമായി മഹത്തായ സമസ്ത ജമിയത്തുൽ ഉലമയെ നയിച്ചതും ഔലിയാ നിയന്ത്രിക്കുന്നതിനാൽ നാളെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്തിനാണ് സമസ്ത ബാക്കിയാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം സാമൂഹിക ഭദ്രത ബാക്കിയാകാനാണ്, മനുഷ്യ സൗഹൃദം ബാക്കിയാകാനാണ്. സ്വന്തം സമൂഹത്തിലെ ഇതുകൂടി വ്യത്യസ്ത വിഭാഗത്തിന് തൃപ്തിയും സന്തോഷവും നമ്മളെ പറ്റി ഇല്ലാത്ത കാലത്തോളം
ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. സമരങ്ങളും വിപ്ലവങ്ങളും സമസ്തയുടെ വഴിയുമല്ല. ഈ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും കേരള മുസ്ലിങ്ങളും ലോക മുസ്ലിങ്ങളും എങ്ങനെയാണ് സാമൂഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പഠിക്കാൻ പറ്റുന്ന തത്വത്തിന്റെ മാഗ്നാകാട്ടയായിരുന്നു മഹത്തായ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിലെ ശംസുൽ ഉലമയുടെ ഉദ്ഘാടന പ്രസംഗം. ഞാൻ അതിലേക്ക് പോവുകയല്ല. ആ പ്രസംഗത്തിൽ അദ്ദേഹം ആവർത്തിച്ച് ഏകദേശം എത്ര കൊല്ലമായി, 40 കൊല്ലം മുമ്പ് 985 അദ്ദേഹം നടത്തിയ പ്രസംഗം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വിവാദമായ ശബരിമലയിലെ സ്വാമിയും ബാബറൗലിയയും ഒക്കെ ഇന്ന് വിവാദമാണല്ലോ. അദ്ദേഹം അന്നേ പറഞ്ഞു അതാണ് കേരളം. 40 കൊല്ലം മുമ്പ് ജിഫ്രി തങ്ങൾ സ്ഥലം നിർണയിക്കുകയും ടിപ്പു സുൽത്താൻ പണം നൽകുകയും സാമൂതിരി സ്ഥലം കൊടുക്കുകയും ചെയ്ത കോഴിക്കോട്ടെ മാനാഞ്ചിറയുടെ മനുഷ്യ സൗഹൃദം 40 കൊല്ലം മുമ്പ് ശംസുൽ ഉലമ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. എന്തുകൊണ്ട്? ഇബാദത്തും ദഅവത്തും നടക്കണമെങ്കിൽ ഇതാണ് മഹത്തായ സമസ്തയുടെ മൻഹജ്. ഇബാദത്തും ദഅവത്തും നടക്കണമെങ്കിൽ സമൂഹം കൂടെ ഉണ്ടാകണം. പറയുന്നതൊക്കെ വലിയ വലിയ സംഗതികളാണ്. ശാസ്ത്രം തെളിവുണ്ട്. വലിയ വലിയ ഡിഗ്രിയുള്ള ആൾക്കാരാണ്. സമൂഹം കൂടെയില്ല എങ്കിൽ അതുകൊണ്ട് ഇബാദത്തും ദഅവത്തും സാധിക്കുകയില്ല. നമ്മുടെ കൺസേൺ അത് മാത്രമാണ്. ഇവിടെ ഇബാദത്ത് നടക്കണം, വിട്ടുവീഴ്ചയില്ലാതെ നടക്കണം. മസ്ജിദുകളിൽ പോകാൻ പറ്റണം, ജമാഅത്ത് നടക്കണം, മദ്രസകൾ ബാക്കിയാകണം, മുസ്ലിം സ്വത്തം ബാക്കിയാകണം, തലമറക്കാൻ പറ്റണം, വിചാരിക്കുന്നുവെങ്കിൽ താടി വെക്കാൻ പറ്റണം. എല്ലാവർക്കും എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് മുഴുവനും മുസ്ലിങ്ങൾക്കും കിട്ടിയിരിക്കണം. അത് ഇബാദത്തിന്റെ ഭാഗമാണ്. ഇതല്ലേ നമ്മുടെ പരിഗണന? അതല്ലേ ഖുർആന്റെയും പരിഗണന? അത് നടക്കണമെങ്കിൽ അടുത്ത 2 വാക്ക് നോക്കൂ. കഅബാലയത്തിലേക്ക് ഇനി നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. അവർ ആരാധിച്ചു കൊള്ളട്ടെ. ഏത് നാഥന്റെ ഭവനം? അല്ലദീ അത്അമഹും മിൻ ജൂ വആമനഹും മിനൽ ഖൗഫ്. പട്ടിണിയിൽ നിന്ന് മോചനം നൽകിയ അല്ലാഹുവിന്റെ ഭവനം. സാമൂഹികമായ നിർഭയത്വം നൽകിയ അല്ലാഹുവിന്റെ ഭവനം. സുഭിക്ഷതയും നിർഭയത്വവും സാമൂഹികമായ ഭദ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്തും ദഅവത്തും സാധ്യമാവുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അതിനാര് വേണം? അതിന് ഭരണകൂടം ഒപ്പം വേണ്ടിവരും. ചിലപ്പോ പത്രക്കാര് കൂടെ വേണ്ടിവരും. ചിലപ്പോ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് കൂടെ വേണ്ടിവരും. ചിലപ്പോ സമൂഹത്തിൽ സ്വാധീനമുള്ള നേതൃത്വം കൂടെ വേണ്ടിവരും. ചിലപ്പോ പോലീസ് മേധാവികൾ വേണ്ടിവരും കൂടെ. ചിലപ്പോ ഒക്കെ വേണ്ടിവരും. ആരൊക്കെ നമ്മുടെ കൂടെ നിന്നാലാണോ ഇവിടെ ഇബാദത്തും ദഅവത്തും നടക്കുക, അവരെയൊക്കെ വേണ്ടി വരുമ്പോ കൂടെ നിർത്തേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് ഖുർആനല്ലേ? ഇതാണ് സമസ്തയുടെയും ഉലമായിന്റെയും വഴി. അല്ലദീ അത്അമഹും മിനൽ ജൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ ഈറ്റില്ലങ്ങളും പോറ്റില്ലങ്ങളുമായിരുന്ന പ്രദേശങ്ങൾ, 10,000-വും ലക്ഷവും കണക്കിന് ഗ്രന്ഥങ്ങൾ അട്ടിയായി പൊങ്ങിയ പ്രദേശങ്ങൾ, 400-500 കൊല്ലങ്ങൾ മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശങ്ങൾ, ഉദ്ഘാടന പ്രസംഗങ്ങൾ മുതലേ പല ഉദാഹരണങ്ങളും നമ്മൾ കേട്ടു. അവിടെയൊക്കെ എന്തുകൊണ്ട് പിന്നോക്കം പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ പല ഉത്തരങ്ങളിൽ ഒരു ഉത്തരം ഈ ഉത്തരമാണ്: സ്വന്തം സമൂഹത്തെ ചൊടിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല.
അതുകൊണ്ട് ഇസ്ലാമോഫോബിയ സാമൂഹിക സത്യമാണ്. അതിനുവേണ്ടി നടക്കുന്നവരുണ്ട്, ഏത് ചിഹ്നങ്ങളെയും എതിർക്കുന്നവർ. പക്ഷേ അതിനെ വളം വെക്കുന്ന തരത്തിലുള്ള വൈകാരിക ഇസ്ലാമിനെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, റാഡിക്കൽ ഇസ്ലാമിനെ, ഫണ്ടമെന്റൽ ഇസ്ലാമിനെ ഒരളവിലും ലഘൂകരിക്കാനോ അതിനെ നമ്മുടെ സ്ട്രീമുകളിലേക്ക് നുഴഞ്ഞു കയറാൻ പഴുതു കൊടുക്കാനോ സമസ്ത ഒരു കാലത്തും സമ്മതം നൽകിയിട്ടില്ല. സമ്മതിച്ചാൽ ഇതാണ് പ്രശ്നം, സാമൂഹിക ഭദ്രത ഇല്ലാതാകും. നമ്മൾ പറയും ഇങ്ങനെയുള്ള ചില ആളുകൾ കടന്നുകൂടിയാൽ അത് സമസ്തക്ക് മോശമാണ്. സമസ്ത ഇല്ലാതാകും, പള്ളി ഇല്ലാതാകും, മഹല്ലില്ലാതാകും. അല്ല, സമൂഹം ഇല്ലാതാകും. സ്വസ്ഥമായി ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. സ്വസ്ഥമായി ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. സ്വസ്ഥമായി റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി വരും. ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ ആരോടും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനാണ് പറഞ്ഞത്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കേണ്ടി വരുമ്പോ ചിലപ്പോ മരിക്കേണ്ടി വന്നേക്കാം. ചിലർ നിശ്ചയിക്കുന്ന കിബില എന്തുമാത്രം വിപരീത ദിശയിലാണ്. ഇസ്ലാമിന് വേണ്ടി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് അവസാനം ഡൽഹി സ്ഫോടനത്തിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ ഓഡിയോ വീഡിയോ സന്ദേശം. ഇസ്ലാമിന് വേണ്ടി മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം. ഇസ്ലാമിന് വേണ്ടി ജീവിച്ചാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഖുർആൻ മുഴുവനുമുള്ളത്. ഇസ്ലാമിന് വേണ്ടി ജീവിക്കേണ്ടി വരുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് മരിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതിൽ നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല. മരിക്കേണ്ടി വന്നാലും നിങ്ങൾക്ക് ലാഭമേ ഉള്ളൂ എന്ന് പറയാനായിരുന്നു ആ ആയത്തുകൾ. അല്ലാതെ ഇസ്ലാം എവിടെയാണ് ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനല്ലാതെ മരിക്കാൻ പറഞ്ഞത്? അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാവുമോ? മരിക്കാൻ പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അത് ദുർബലപ്പെട്ടാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ നമുക്കതിന്റെ മാറ്റം ഒരുപക്ഷെ അനുഭവപ്പെടാൻ കഴിയില്ല. ഒരു തലമുറയിലും ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന തലം ഓഡിറ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഒരു ലോങ് ടേം സർവേ നടത്തിയാൽ ഒരു 40 കൊല്ലം കൊണ്ട് നമ്മുടെ മഹൽ എന്താണായത്, ഒരു 40 കൊല്ലം കൊണ്ട് നമ്മുടെ ജനറേഷന്റെ മനോഭാവത്തിൽ എന്താണ് മാറ്റം വന്നത്, ഒരു 30 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രതികരണ സ്വഭാവത്തിൽ എന്താണ് മാറ്റമുണ്ടായത് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ. അല്ലെങ്കിലും ദീർഘദർശനമുള്ള, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഉലമായിനെ, ഉത്തരവാദിത്ത ബോധമുള്ള ഉലമായിനെ ചിലരെങ്കിലും ചൊടിച്ചാലും സത്യം പറഞ്ഞല്ലേ പറ്റൂ. കാരണം എന്തോ പറയാറില്ലേ, മേപ്പുരയുള്ളവനെ തീപ്പൊരി പേടിക്കണ്ടു. സമസ്തയ്ക്ക് ഇവിടെ മേപ്പുരയുണ്ട്, സ്വന്തമായ തറവാടുണ്ട്, സ്വന്തമായ പാരമ്പര്യമുണ്ട്. സ്വന്തമായ തറവാടും പാരമ്പര്യവും ഇല്ലാതെ ഏതെങ്കിലും ബഡ് സ്പേസിൽ ആരാന്റെ ഊരയിൽ കൂര കെട്ടിയവർക്ക് ഒരു പക്ഷേ മേപ്പുരയിലെ തീപ്പൊരി പേടിക്കേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ ഇത് ഉത്തരവാദിത്തമുള്ളവരാണ്. ഈ മഹത്തായ സത്യത്തെ ആര് എതിർക്കുന്നുവോ അവര് കാലക്രമേണ ഇല്ലാതെയാകും. ഞാൻ തുടങ്ങിയടത്തേക്ക് പോയി നിർത്താം. അതിന്റെ വ്യത്യസ്തമായ ഉദാഹരണം, സാമൂഹികമായ ഭദ്രത, വ്യക്തിപരമായ ഈമാൻ. കഴിഞ്ഞ ആഴ്ച എങ്ങാനും ഒരു സഹോദരൻ സൂചിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. പാലക്കാട് ജില്ലയിലെ ഒരു മഹത്തായ ഒരു ദർഹയെ ദുരുപയോഗം ചെയ്തുകൊണ്ടൊരു പത്രസമ്മേളനം ഇന്ത്യൻ സൂഫി ബോർഡ് എന്ന പേരിൽ ഒരു കൂട്ടം നടക്കും. അതൊരൊറ്റപ്പെട്ട പത്രസമ്മേളനമല്ല. ആശയം പേറുന്ന ധാരാളം ആളുകൾ കോഴിക്കോട്ടും മലബാറിലും പല പരിസരങ്ങളിലും ഉണ്ട്. എന്താ അവരുടെ വാദം?
സഹസമൂഹത്തിന്റെ ഇഷ്ടവും പ്രീതിയും ഒക്കെ നമുക്ക് വേണം. പക്ഷെ അത് സെൽഫ് ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് സ്വന്തം ബാക്കിയാക്കിക്കൊണ്ട് ഈ അടിസ്ഥാനം മറന്നുകൊണ്ടാണ് വേറൊരു കൂട്ടർ ഇറങ്ങിയത്. എന്താ ഹിന്ദു മതക്കാരനും ക്രിസ്ത്യൻ മതക്കാരനും മുസ്ലിം മതക്കാരനും അങ്ങനെയൊന്നും 4 ജാതി 4 മതമൊന്നുമില്ല, എല്ലാം ഒന്നാണ്. പരലോകം രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു മതത്തിന്റെ ഫ്രെയിമിന്റെ അകത്ത് നിൽക്കണ്ട. ഇന്ത്യൻ സൂഫി ബോർഡിന്റെ നേതാക്കന്മാരുടെ പ്രസംഗമാണ്, പത്രസമ്മേളനമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ത്യൻ സൂഫി ബോർഡ് പേര് നോക്കണം. ഇസ്ലാമിന്റെ തന്നെ ഉള്ളിൽ നിൽക്കണമെന്നില്ല, ഖുർആൻ തന്നെ വിശ്വസിക്കണമെന്നില്ല. ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും ഈ വാദം ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ വാദം ക്രൈസ്തവ സുഹൃത്തുക്കൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അവരെയും കൂടി അസ്വസ്ഥപ്പെടുത്തുന്ന ആർഗ്യുമെന്റ് ആണ് സൂഫി ബാനറിൽ വരുന്നത്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏത് മതമായാലും അവര് പറയുന്നത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബീന മിൻഹും മൻ ആമന ബില്ലാഹി വഅമില സ്വാലിഹാ വൽയൗമിൽ ആഖിർ ദാന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇതൊരു വാക്ക് അതിനിടക്കുണ്ടല്ലേ. അവര് കൊടുക്കുന്ന അർത്ഥം എന്താണ്? ഇന്നല്ലദീന ആമനു സത്യവിശ്വാസികളാണെങ്കിലും വല്ലദീന ഹാദു യഹൂദരാണെങ്കിലും വന്നസ്വാറ ക്രൈസ്തവരാണെങ്കിലും വസ്വാബീന ഇനി മറ്റേതെങ്കിലും പൂർവ്വവേദമതക്കാരോ ഹൈന്ദവരോ നിരീശ്വരവാദികളോ ആരോ എന്തോ ആയാലും അതൊന്നും പരിഗണനയല്ല. രക്ഷപ്പെടണമെങ്കിൽ മൻ ആമന ബില്ലാഹ് ഒരു പ്രപഞ്ച ശക്തിയിൽ വിശ്വസിച്ചാൽ മതി. ഹിന്ദുക്കൾക്കുണ്ടൊരു പരമേശ്വരൻ, ക്രിസ്ത്യൻസിന്റെ യഹോവ, മുസ്ലിങ്ങൾ വിളിക്കുന്ന അല്ലാഹു ഒക്കെ ഒന്നാണ്. അവരെ വാദമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സൂപ്പർ പവറിൽ, ഒരു പ്രപഞ്ച ശക്തിയിൽ, ഒരു ആത്യന്തികമായ പരമശക്തിയിൽ വിശ്വസിക്കുകയും അതേപോലെ രക്ഷാശിക്ഷയുള്ള പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും രാഷ്ട്രത്തിലെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, അതത് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ അവർക്കുള്ളതാണ് പരലോക വിജയം എന്നുള്ളതാണ് അവര് പറയുന്നത്. ഒരു ഭാഗത്ത് വിശ്വാസം തന്നെ ഇല്ല, വേണ്ട എന്ന് പറയുന്ന കൂട്ടം, ഇല്ലാണ്ടാവുന്നവർ. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ വല്ലാണ്ടാവുന്നവർ. ഏതായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഉള്ളതാണ് വിശാലമായ സ്വർഗം എന്ന് അള്ളാഹുവിന്റെ ബിനാമികളായി ഒന്ന് പത്രസമ്മേളനം നടത്തുന്ന കുറെ ആളുകൾ. അത് വിശ്വസിച്ചുകൊണ്ട് അവരുടെയൊക്കെ ചാനൽ നോക്കിയാൽ 10,000, 20,000, 30,000 ഒക്കെയാണ് ആവറേജ് കാഴ്ചക്കാര്. ലൈക്കും തഗ്ഗും കൊടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ പോലെയുള്ള സഹോദരങ്ങളാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു സഹാബിയാണ് ഈ ആയത്തിനെ കുറിച്ച് പറയാൻ. മഹാനായ സൽമാനുൽ ഫാരിസി. ഫാരിസി എന്ന് പറഞ്ഞാൽ തന്നെ പേർഷ്യക്കാരാണ്, ഇറാനിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ വചനം അവതീർണമാകുന്നത്. ഈ കപട സൂഫികൾ പറയുന്നത് പോലെയല്ല. അദ്ദേഹം ഇറാനിൽ സൗരാഷ്ട്രമതാണ്, അഗ്നി ആരാധകർ, മജൂസികൾ. മജൂസി അമ്പലത്തിലെ പൂജാരിയുടെ പുത്രനായിരുന്നു സൽമാൻ. പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹം ആകണം പൂജാരി. അദ്ദേഹത്തിന് അത് വളരെ അർത്ഥക്കേട് തോന്നിയിട്ട് ആ ജോലി രാജിവെച്ച് നാടുവിട്ടതാണ്. പിന്നീട് യഹൂദ റബ്ബാനിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു, യഹൂദ പണ്ഡിതൻ. അയാള് മരിച്ചപ്പോ മരിക്കാൻ നേരം ഒരു ക്രൈസ്തവ പണ്ഡിതന്റെ ശിഷ്യത്വം സ്വീകരിച്ചു, ഷെയ്ഖിന്റെ. അയാളും മരിക്കാൻ നേരം പറഞ്ഞു, ഇനി സത്യം ഹിജാസിലെ അന്ത്യപ്രവാചകനാണ് പറയുക, മുഹമ്മദ് എന്നാണ് പേര്, പോയി പഠിച്ചോ, കണ്ടെത്തിക്കോ. സദക്ക കൊടുത്താ വാങ്ങൂല, ഹിബത്ത് കൊടുത്താ വാങ്ങും.
രണ്ട് ചമലിന്റെ ഇടയിൽ ഖാത്തിമുൻ നബി, ഖാത്തിമുൻ നബിയീൻ എന്ന് പറയുന്ന ഖത്മുൻ നുബുവത്തിന്റെ, അല്ലെ ഖാത്തമുൻ നബിയീൻ എന്ന് പറയുന്ന ഖത്മുൻ നുബുവത്തിന്റെ ഒരു മുദ്രയുണ്ട്. ഞാൻ ആ കഥ പറയുകയല്ല. ഒടുവിൽ അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടെത്തുന്നു. പക്ഷേ വലിയ സങ്കടം, ഞാൻ ഇന്ന് സത്യത്തിൽ എത്തിയെങ്കിലും എന്റെ പഴയ ആ മജൂസി ഗുരുവിന്റെ അവസ്ഥ എന്താ, എന്റെ പഴയ യഹൂദ റബ്ബാനിയുടെ അവസ്ഥ എന്താ, എന്റെ പഴയ ക്രൈസ്തവ അച്ഛന്റെ അവസ്ഥ എന്താ, റസൂലുള്ളാഹിനോട് ചോദിച്ചു. അപ്പോ ഇറങ്ങിയ ആയത്താണ്, പൂർവകാലങ്ങളൊന്നും പരിഗണിക്കില്ല. അള്ളാഹുവിന്റെ അരികെ രക്ഷ വേണമെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കണം. ഏതല്ലാഹു? നമ്മൾ ആരെങ്കിലും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യുമ്പോ മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് ഉണ്ടാകാൻ ദ്വാരക്കണമെന്ന് ആവശ്യപ്പെടാറുള്ളൂ. എന്തുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൂടി പറയാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് ദുആക്ക് വേണ്ടി അപേക്ഷിക്കാത്തത്? അങ്ങനെ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും മരിക്കുമ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല. മരിക്കുമ്പോൾ പറയാറുണ്ടോ എന്ന് വെച്ചാൽ അല്ലാഹു അഅലം, നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. എന്തുകൊണ്ട്? അതിന്റെ ആവശ്യമില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പരിചയപ്പെടുത്തി പഠിപ്പിച്ച അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ്. വേദെങ്കിലും അല്ലാഹു അല്ല. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വിശ്വസിച്ചിരുന്ന അല്ലാഹുവും നമ്മുടെ അല്ലാഹുവും വ്യത്യാസപ്പെട്ട അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അല്ലാഹുവിൽ മൻ ആമന ബില്ലാഹ് വിശ്വസിക്കണം. മുഹമ്മദീയത സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം എന്നർത്ഥം. ആ സൂഫി നേതാവ് എന്താ പറഞ്ഞത്? റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. പറഞ്ഞു നോക്കണം. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ നന്നാകണമെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെയാണ് നമ്മുടെ റസൂൽ. എന്ത് മനോഹരമായ അദ്വൈതത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശക്തിയാണ് ദൈവം എന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നു. ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ പൂർവ്വകാലം എന്താണെന്നല്ല പരിഗണന. അല്ലാഹുവിലും റസൂലിലും അന്ത്യനാളിലും ഇസ്ലാമിക ശരീഅത്തിലും അമീല സാലിഹാന്റെ അർത്ഥം എന്താ? അവർ കൊടുക്കുന്നത് ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഒരാഗോള കൺസെപ്റ്റിൽ ഇപ്പൊ എന്താ ചെയ്യാ? ചില ആൾക്കാരുടെ ഡെസിഗ്നേഷൻ തന്നെ എന്താ? വിശ്വപൗരൻ. കേരളത്തിന്റെ വിശ്വപൗരൻ ഒക്കെ ചർച്ചയിൽ വരുമല്ലോ. ഈ വിശ്വപൗരന്മാരൊക്കെ ഏത് ഭരണഘടനയാ അനുസരിക്കേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകാരമുള്ള പലതിനും ഒരു പക്ഷേ പാകിസ്ഥാനൊന്നും പറയണ്ട, ലോകത്തെ വേറെ പല ഭരണഘടനയിലും അംഗീകാരം ഉണ്ടാവൂല, സമ്മതം ഉണ്ടാവൂല. ഞാൻ അവരെ എതിർക്കാൻ വലിയ വിഷയത്തിലേക്ക് പോവല്ല. ഈ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന കൂട്ടർ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ എക്സ് മുസ്ലിംസ്. ഒരാണും പെണ്ണും പരസ്പര സമ്മതത്തോടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് നിയമപരമായി ലീഗലൈസേഷൻ ചെയ്യപ്പെടുന്ന പ്രായം ഇന്ത്യയിൽ എത്ര? 18 എക്സാമ്പിൾ 18 വയസ്സായ ഏത് ആണിനും പെണ്ണിനും ലോഡ്ജ് എടുക്കാം, വേണ്ടത് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നീട് ഗുലുമാലാവാതിരുന്നാ മതി. നാട്ടു നടപ്പതാണ്. പക്ഷെ അത് ചൈനയിലും കൊറിയയിലും തായ്വാനിലും തായ്ലാൻഡിലും ഫിലിപ്പീൻസിലും ജപ്പാനിലും പോയാൽ 12ഉം 13ഉം വയസ്സാണ്. യൂറോപ്പിലേക്ക് പോയാൽ 16 വയസ്സാണ്. USA-ൽ 17 വയസ്സാണ്. GCC-ൽ 20 വയസ്സാണ്. അതിൽ തന്നെ ബഹ്റൈനിൽ 21 വയസ്സാണ്. ഇതിലിപ്പോ ഏത് രാജ്യത്തെ ഭരണഘടനയാണ് ഈ കക്ഷികൾ ഇപ്പൊ അംഗീകരിക്കുക? ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞ ക്ലിനിക്കലി ഡെഡ് കോമേ സ്റ്റേജിലുള്ള ആൾക്കാർ, അവർക്ക് ദയാവധം കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നിപ്പോ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. യുത്തനേഷ്യ, മേഴ്സി കില്ലിംഗ്. എനിക്ക് അതിന്റെ അക്കൊന്നും ഓർമ്മയില്ല. ആകെ 196 രാജ്യങ്ങളിൽ
മൂന്നിൽ രണ്ടും ഗവൺമെന്റിന്റെ ചെലവല്ലേ. ഇഞ്ചക്ട് ചെയ്തിട്ടോ വെന്റിലേഷൻ അൺപ്ലഗ് ചെയ്തിട്ടോ ഒക്കെ മരിച്ചോട്ടെ എന്ന് തീരുമാനമെടുത്ത രാജ്യങ്ങളാണ്. ഇന്ത്യയിലൊന്നും പറ്റൂല. ഇതിലിപ്പോ ഏത് ഭരണഘടനയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ വധശിക്ഷ, അങ്ങനെ തൂക്കിക്കൊല്ലാനൊന്നും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല. ഏത് പ്രതികളെയും കൗൺസിലിംഗ് ചെയ്താൽ മതി. ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് ഒരു ഗോത്രകാല സിസ്റ്റമാണ്. അതുകൊണ്ട് നിർത്തൽ ചെയ്യണം എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഈ 200ഓളം രാജ്യങ്ങളിൽ പകുതിയിൽ ഏറെ രാജ്യങ്ങൾ അങ്ങനെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളും ഇന്ത്യയും അമേരിക്കയൊക്കെ ഇപ്പോഴും വധശിക്ഷ ബാക്കിയാക്കുന്നു. ഏത് ഭരണഘടന? ലോകത്തിന്റെ ഒരു പൊതു ഭരണഘടനയില്ല. പാലക്കാട്ടെ മൂലയിൽ വെച്ച് ഈ ലോകത്തെ വായിക്കരുത്. ഇപ്പൊ വിശുദ്ധ ഖുർആനിന്റെ പരമമായ ഇസ്ലാമിന്റെ ഒരു ആത്മീകമായ ആത്മീകമായ ഒരു അതിന്റെ കാമ്പിനെയാണ് മറ്റൊരു ഭാഗത്ത് വളരെ മനോഹരമായവർ വികൃതമാക്കുന്നത്, വൃത്തി കേടാക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന, പേരിട്ടും പേരിടാതെയും നടക്കുന്ന, സുതാര്യമായും പ്രച്ഛന്നമായും നടക്കുന്ന, സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും മനുഷ്യ മൈത്രിയുടെയും കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള അജ്ഞതാജന്യമായ കാര്യങ്ങൾക്കെതിരായ ജാഗ്രതയാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അല്ലാതെ കേവലം ഒരു സംഘടനയല്ല, കേവലം ഒരു കൊടി പിടിക്കുന്ന ഒരാവേശ കമ്മിറ്റിയല്ല. ബാക്കി എന്തോ അങ്ങനെയായാലും മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും, അതിനൊരു നിയ്യത്തുണ്ട്, അതിനൊരു മൻഹജുണ്ട്, അതിനൊരു രീതിയുണ്ട്. ഇസ്ലാം ബാക്കിയാവുക, വൃത്തിയുള്ള ഇസ്ലാം ബാക്കിയാവുക. ആ വൃത്തിയുള്ള ഇസ്ലാമിന്റെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അത് ബാക്കിയാവുക. അത് ബാക്കിയായാൽ വർഗീയതയില്ല, അത് ബാക്കിയായാൽ സാമൂഹിക ശൈഥില്യമില്ല, അത് ബാക്കിയായാൽ നിരീശ്വരവാദികൾ മുസ്ലിങ്ങൾക്കിടയിലില്ല, അത് ബാക്കിയായാൽ സ്വതന്ത്ര ചിന്തകർ മുസ്ലിങ്ങൾക്കിടയിലില്ല. അള്ളാഹു നമ്മളെ അതിന്റെ സേവകന്മാരായി, അള്ളാഹു തൃപ്തിപ്പെടുന്ന അതിന്റെ അണികളായി, അനുയായികളായി, സേവകന്മാരായി അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമ്മന ഹാദാ ജമ്മൻ മർഹൂമൻ മഖ്ബൂലൻ മർളിയ മുസ്തജാബ ദഅവാത് ومقضي الحاجات وتفرقنا من بعده تفرقا معصوما لا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.